ഹലോ ഗേസ്, ഇന്ന് രാവിലെ തന്നെ അമ്മ ഉണ്ടാക്കണ ഒച്ചപ്പാട് കേട്ടിട്ടാണ് നീച്ചത്. കാരണം മുപ്പത്തി കടയിൽ പോകാൻ വേണ്ടി ഒരുങ്ങാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഡിസ്റ്റർബ് ആവില്ലേ. അങ്ങനെ ഞങ്ങൾ വേഗം നീച്ച് പോകുന്നു. പിന്നെ ഞാനൊരു ഇതും പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് പാത്രമൊക്കെ കുറച്ച് മോറാണ്ടിരുന്നു കേട്ടോ. പാത്രമൊക്കെ മോറി പുതപ്പൊക്കെ ഒന്ന് മടക്കി വിരിപ്പൊക്കെ ഒന്ന് വൃത്തിക്ക് വിരിച്ച് നമ്മൾ റൂം സെറ്റാക്കി. പിന്നെ അത് അടിച്ചു വരാൻ വേണ്ടി ചൂലൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ കുറേ മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടോ. ഒന്ന് ചെറിയൊരു തെളിച്ചൊക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ടില്ലേ വെയിൽ. പിന്നെ തുടപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുളിക്കാൻ കയറുകയാണ് കേട്ടോ. ഋതുട്ടനെ ആദ്യം കുളിപ്പിച്ചെടുക്കണം. ഇനി ഞങ്ങൾ കുളിയെ കഴിഞ്ഞ് കുളിച്ചിട്ടില്ല, ഗേസ് മേലേക്ക് ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് എങ്ങോട്ടാ നല്ലതെന്ന് തറവാട്ടിക്കൊക്കെ ഒന്ന് പോകണം കേട്ടോ. കാരണം ഇന്ന് അവിടെ വലിയച്ഛൻ്റെ മോൻ, അതായത് താട്ടൻ ദുബായി പോവാണ് കേട്ടോ. പോവാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പം ഞങ്ങളോട് രാവിലെ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ കുളിയെ കഴിഞ്ഞ് പിന്നെ അമ്മയച്ചൊക്കെ പണിക്ക് പോയി. അപ്പം ഞങ്ങളിന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഋതുവിനെ കണ്ടില്ല, സുന്ദരനെ കാക്കി ചന്ദനക്കുറയൊക്കെ തൊട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടോ. ഇനി ഞാൻ നേരെ പോണത് അലക്കാനാണ് ഗീസ്. ഞങ്ങൾക്ക് ഇവിടെ അലക്കാൻ നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലമുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് ഇതേപോലത്തെ തോടുള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ് കേട്ടോ. രേണുയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തോടുള്ളതുകൊണ്ട് ഇങ്ങനെ പറയും അലക്കാനൊക്കെ നല്ല സുഖമാണില്ലേ, നമുക്ക് അവിടെയും വേണേന്നു. പക്ഷേ അവിടെ ഇല്ല, എവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അങ്ങനെ മുടിയൊക്കെ കെട്ടി ഞങ്ങളിതാ നേരെ തറവാട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. കുറച്ച് നടക്കാനുള്ളൂ അവിടുന്ന്. ഞാനൊരു ഋതു ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ തറവാട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ അമ്പലേച്ച് സിദ്ധൂട്ടൻ്റെ തലയിൽ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വല്യമ്മയാണെങ്കിൽ എപ്പോൾ ചെന്നാലും അവിടെ ഇതുണ്ട് അതുണ്ട് പറഞ്ഞാണ്ട് എന്നോട് ഇങ്ങനെ തിന്നാൻ പറയട്ടോ. അപ്പം ഇന്ന് ചെന്നപ്പോൾ ദോശയും ചിക്കൻ കറി ഉണ്ണിയപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പിന്നാലെ പറഞ്ഞല്ലേ തിന്ന്. ഇതാണ് നമ്മൾ ദുബായി പോണ ആൾ, അവരൊക്കെ പോണ തിരക്കിലായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു ഇജും പോരേന്ന്. അപ്പം ഇന്ന് കുറേ നിർബന്ധിച്ചപ്പോൾ ഞാനും കണ്ടിട്ടില്ല ഈ കരിപ്പൂർ എയർപോർട്ടൊന്നും. അപ്പം ഞമ്മക്കും പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിട്ടോ. ഏകദേശം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തിയപ്പോഴേ അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടോ. അങ്ങനെ ചായയും നമ്മളെ ചിക്കൻ റോളും ആണ് കേട്ടോ ഞാനും ഏട്ടത്തിയമ്മയും അമ്പിളേച്ചിയും കഴിച്ചത്. സംഭവം രസമുണ്ട്. പിന്നെ കല്ലുമ്മക്കായ നിറച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കൊണ്ണല്ല ഗീസ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിട്ടോ. ആദ്യമായിട്ട് കാണുന്നതിൻ്റെ കൗതുകം എനിക്കും ഉണ്ട്. പിന്നെ അമ്പിളേച്ചിയും കണ്ടിട്ടില്ല, ഓൾക്കും ഉണ്ട്, ഋതുവിനും ഉണ്ട്. ഋതു വിമാനം കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓടിച്ചാടി കയറി വന്നത്. അങ്ങനെ താട്ടം പോകാൻ വേണ്ടിയിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ നിന്നപ്പോഴാണ് ഗേസ് ഒരു സർപ്രൈസ്. താട്ടപ്പം അടുത്തൊന്നും പോകണില്ല. എപ്പോഴത്തല്ല കേട്ടോ, താട്ടൻ്റെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് പോയാൽ വിമാനം അങ്ങനെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പോയിട്ടോ. അവിടെയാണെങ്കിൽ പെരും മഴ, ആകെ 2 കുടയുണ്ട്, കുറേ ആൾക്കാരുണ്ട്. എന്നാലും ഞങ്ങൾ നനഞ്ഞ് കാണാനുള്ള പൂതിയും കൊണ്ട് നിന്ന് കണ്ടു കേട്ടോ. അങ്ങനെ 2 എണ്ണം കണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോകാൻ നിന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പീസും ചോറും പിന്നെ പൊറാട്ട, കടായി ചിക്കൻ അങ്ങനെയൊക്കെ എഴുതിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെയും ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലെത്തിയപ്പോൾ പിന്നെയും ഡിലേ, താട്ടൻ്റെ ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആയിട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ സമയമായി. പിന്നെ താട്ടനെ പറഞ്ഞയച്ച് ഞങ്ങൾ വീട്ടിലെത്തി.